പോലീസ് ഡേ എന്ന സിനിമയിലെ ടീം അംഗങ്ങളാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ വെൽക്കം ചെയ്യാം ടി വി ടോം ചേട്ടൻ, അൻസിബ, അങ്കിത, സജീവ്. ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ ആ ഒരു നെയിം. അല്ല, പോലീസ് ഡേ എന്ന് പറഞ്ഞപ്പോ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് കുട്ടി മനസ്സിലാക്കിയത്? ഒരു പോലീസുകാരന്റെ മരണം അന്വേഷിക്കാൻ വേണ്ടി എസ് പി എത്തുന്നു. ഒപ്പം ഞാൻ മുഴുവൻ പറഞ്ഞു അങ്ങനെ മുഴുവൻ പറഞ്ഞു, ചരിതം മാത്രമേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രം അല്ലേ? പോലീസുകാരനാണ്, സി എ ചേട്ടൻ എസ് പി ആയിട്ടും ഞാൻ സി എ. ഞാൻ ലാൽ മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. തിരിച്ചിടരുത്, തിരിച്ചിട്ട് എന്തോരും അതാണ് കലിപ്പനാണെങ്കിലും മറ്റുള്ള ചില സമയത്ത് വളരെ കലിപ്പനാണ്. ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന സി എ ഇല്ലേ, ഞാൻ കാന്താരിയല്ല കേട്ടോ. അല്ല, ദൃശ്യം കാണാത്ത ഒരു മലയാളി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ടൈറ്റാനിക് കാണാത്തവരുണ്ട്, പക്ഷെ ദൃശ്യം കാണാത്തവരില്ലാന്ന് ഞാൻ, കാരണം എല്ലാവർക്കും അതിനോടനുബന്ധിച്ച് ശരിക്കും കുറെ ക്രൈം നടന്നിട്ടുണ്ട്. അതിനെ അനുകരിച്ചത് ഈ അടുത്ത് നടന്നിട്ടുണ്ട്. എല്ലാ കൊലപാതകം വരുമ്പോ അതിന്റെ പേരിടും. ദൃശ്യത്തിൽ ഇതുപോലെ വരുണിനെ കൊന്നിട്ട് കേസ് ഇതുപോലെ ആരെങ്കിലും ഇതിൽ കൊന്നോ, അല്ല ഇതിലാരെങ്കിലും കൊന്നിട്ട് കിരീടം ചേട്ടൻ ആരെങ്കിലും അന്വേഷിക്കുന്നതാണ്, അങ്ങനെ പിടിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റും. ദൃശ്യം മോഡൽ വേറൊരു സ്റ്റൈലാണത്. പക്ഷെ പോസ്റ്റർ ഇട്ട് അങ്ങനെ തോന്നില്ല, ഗണ്ണൊക്കെ വെച്ചാ നിൽക്കുന്നത്. ഗണ്ണാണല്ലോ, അപ്പൊ ആറ്റിറ്റ്യൂഡ് ഇട്ടല്ലേ നിൽക്കാൻ. എന്ത് ഗണ്ണൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ കൂടെ അഭിനയിച്ചതിന്റെ പ്രൊഡ്യൂസർ നമ്മളെ ഷാജി, അദ്ദേഹത്തിനും ഫൈറ്റിനിടയിൽ പിന്നെ എന്താ പറയാ ഇഞ്ചുറി ഉണ്ടായിരുന്നു. മരുന്നിന് നല്ല ചെലവുണ്ടായിരുന്നു, അതാണ് പറയാൻ. അൻസിബേച്ചി ഒരു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷമാണല്ലോ ഈ ഒരു മൂവിയിലേക്ക് വന്നത്. കുറച്ച് ഫാൻ ബേസ് ഒക്കെ അല്ല, ഇത് കഴിഞ്ഞിട്ടാണ്. അൻസിബ പറയട്ടെ, സോറി, എല്ലാവരും ചോദിച്ചാൽ പുള്ളിയെ പറഞ്ഞു. ഇല്ല. ഹായ്, ഞാൻ അശ്വതി. സെല്ലിലോഡിലെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പോലീസ് ഡേ എന്ന സിനിമയിലെ ടീം അംഗങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ വെൽക്കം ചെയ്യാം ടി വി ടോം ചേട്ടൻ, അൻസിബ, അങ്കിത, സജീവ്. ഓക്കെ, അപ്പോൾ പോലീസ് ഡേ എന്താണ് ആ ഒരു തീം? പോലീസ് ഡേ എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ്, ഡേ എന്ന് പറഞ്ഞ ദിവസം, പോലീസുകാരുടെ ദിവസം, പോലീസുകാരുടെ ഒരു ദിവസം. ഓക്കെ, അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ ആ ഒരു നെയിം. ഡിഫറെന്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം പോലീസ് ഡേ ഒരു പോലീസിന്റെ ദിവസം എന്നുള്ള സിമ്പിൾ അല്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഡിഫറെന്റ് ആണല്ലോ. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നേരെ തിരിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. അശ്വതി ചോദിക്കും. അല്ല, പോലീസ് ഡേ എന്ന് പറഞ്ഞപ്പോ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് കുട്ടി മനസ്സിലാക്കിയത്? പറ. അല്ലെ, തിരിച്ചും ചോദിക്കല്ല. ഞാൻ ആങ്കർ ആയിരുന്നു, ഇപ്പൊ ഒരു ആങ്കർ ചെയ്യാൻ ചാൻസ് കിട്ടിയ ചെയ്യാറുണ്ട്. അല്ല, പോലീസ് ഡേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എനിക്ക് സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത് അറിയാൻ വേണ്ടിയാണ്. പോലീസിന്റെ ഒരു സ്റ്റോറി ആയിരിക്കും. അങ്ങനെയാണോ? അൻസിബക്ക് എന്താണ് പറയാനുള്ളത് പോലീസ് ഡേയെ കുറിച്ച്? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു കൊടുക്കൂ. ഞാൻ അഭിനയിച്ചില്ലല്ലോ, അപ്പൊ എനിക്ക് അറിയത്തില്ലല്ലോ അതില്. അല്ല, ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റർ, ഒരാള് സിനിമ കാണണോ വേണ്ടേ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന പോസ്റ്ററാണ്, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോ കാണാൻ തോന്നുന്നുണ്ട്. താങ്ക് യു. ഏറ്റവും വലിയൊരു ബാക്കി പോലീസ് ഡേ പറഞ്ഞ മൂവിയില് പോലീസുകാരുടെ ആത്മസംഘർഷങ്ങളും മാനസിക സംഘർഷങ്ങളും അവരുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. അതിൽ ഒരു ത്രില്ലർ, പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ത്രില്ലിങ് എലമെൻ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ത്രില്ലർ മൂവിയാണ്. പോലീസ് ഡേ ടിനിച്ചേട്ടൻ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഞാനൊരു IT പ്രൊഫഷണൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അങ്കിത ഉണ്ട്, ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രം അല്ലേ? പോലീസുകാരനാണ്, സി എ ആയിട്ട്. ടിനിച്ചേട്ടൻ SP ആയിട്ടും ഞാൻ സി എ. അപ്പോ ഇതിന്റെ ഓരോരുത്തരുടെ കഥാപാത്രങ്ങള് ഇപ്പോ പറഞ്ഞല്ലോ, പോലീസ്, ഇതിലെ നായകൻ, നായിക അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല. മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന റോൾസ് ഒക്കെ പോലീസിന്റെ ഒരു ദിവസമാണ് നായകൻ. ഞാനല്ല, ഞാൻ കുറെ സിനിമ കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് വരുന്നത്. അത്ര നേരം നന്ദു ചേട്ടനായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കും ആദ്യം ഒരു പോലീസുകാരനുണ്ടാവും അല്ലേ?
ഒത്തിരി പോലീസുകാരാണല്ലോ. പിന്നെ അവർക്ക് ട്രാൻസ്ഫർ ആവൂലേ, അപ്പൊ അടുത്ത ആള് വരൂലേ? അങ്ങനെ തന്നെയാണ് ഈ പറയണത്. സത്യമാണ് പറയണത്. കൊച്ചിനെ ആകെ അമ്പരപ്പായിട്ടുണ്ട്. കൺഫ്യൂഷൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് വന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെന്താണ് കഥ? ഒരു പോലീസുകാരന്റെ മരണം അന്വേഷിക്കാൻ വേണ്ടി എസ് പി എത്തുന്നു. ഒപ്പം ഞാൻ CI. പ്രൊഡ്യൂസർ മൊത്തം കഥ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു. മുഴുവൻ പറഞ്ഞില്ല. അങ്ങനെ മുഴുവൻ പറഞ്ഞു. ചരിതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡയറക്ടർ അപ്പുറത്തില്ല, കണ്ടിട്ടില്ല. അല്ല, അതിന് കുഴപ്പമില്ല, ഇത് പറയാം, കുഴപ്പമില്ല. സജു വൈദ്യരാണ് അല്ല പേര്. വൈദ്യരാണ് സജു വൈദ്യർ. അത് വൈദ്യരുമാണ്. പക്ഷെ എന്റെ കീഴിലാണ്, IPS ഓഫീസറിന്റെ കീഴിലുള്ള CI ആണ്. CI ശരചന്ദ്രൻ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. എന്തേലും മനസ്സിലായോ? ചേട്ടൻ ലാൽമോഹൻ എന്ന ഈ മനസ്സിലായി. ഞാൻ ലാൽമോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. തിരിച്ചിടരുത്. തിരിച്ചിട്ട് എന്തോരു അതാണ് ലാലേട്ടന്റെ വലിയ ഫാനാണ് ഞാൻ. എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മളെ തിരിച്ചേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ സിമ്പിൾ എന്ന് ഉദ്ദേശിച്ചത് എന്നറിയാം, മറ്റുള്ളവരുടെ ഇടപെടുന്ന ശൈലി സിമ്പിളാണ്. പക്ഷെ എന്നിരുന്നാലും വളരെ ഗൗരവമുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം. IPS ഓഫീസറാണ്. കലിപ്പനാണെങ്കിലും മറ്റുള്ള ചില സമയത്ത് വളരെ കലിപ്പനാണ്. ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന CI ഇല്ലേ, അത് അങ്ങനെ ഉള്ള കഥാപാത്രമാണ്. പിന്നെ നമുക്ക് നമ്മുടെ പോലീസ് ജീവിതത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ എങ്ങനെ അല്ല, അങ്ങനെയല്ല, ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ എങ്ങനെ ഡിപ്പാർട്ട്മെന്റ് സ്ഥാനം ഒഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു പെൻഷൻ പറ്റി ഇറങ്ങുന്ന സമയമുണ്ടല്ലോ, അങ്ങനെ ഒരു വ്യത്യാസം നമ്മളെ സിനിമയിൽ അത് കറക്റ്റ് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നല്ല സിനിമയാണ്. പോലീസുകാരുടെ കഥ പറയുന്ന സിനിമ തന്നെയാണ്. ചേട്ടൻ ചെയ്തിട്ടുള്ള ലാൽമോഹൻ എന്ന കഥാപാത്രം വളരെ അനശ്വരമാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് തോന്നിയതേ ശരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വൈദ്യുതി നല്ലതാണ്. അല്ല, എനിക്ക് അന്ന് അവിടെ തോന്നിയതാണ്. കാരണം ഈ കള്ളന്മാരെ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള മരുന്നും തടകലൊക്കെ നടക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അല്ല, കാര്യമായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു, പ്രതികളെ പിടിച്ച് ഇടിച്ചാലും കുഴപ്പമില്ല, കാരണം ശുശ്രൂഷിക്കാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മള് ഫൈറ്റ് രംഗത്തെ എന്റെ സിനിമയുടെ ഫൈറ്റ് രംഗത്ത് വെച്ച് നമ്മുടെ ഒരു പിന്നെ SI ആയിട്ട് അഭിനയിച്ച പയ്യൻ അപകടത്തിൽ പറ്റി അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സംഘടന ഉണ്ടാവുന്നു. ആ സംഘടനത്തിന് പുള്ളിയെ ഇവിടെ ബഡ്ജ് ചെയ്ത് വന്നു. അപ്പൊ ഞാൻ തന്നെയാണ് അത് അപ്പഴത്തേക്ക് ഞാൻ ഇടിക്കും, പുള്ളി തിരിക്കും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടോ? അപ്പൊ ഇത് ഒരു കുറച്ച് സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ല. പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കുറച്ച്. അതെ, ഞങ്ങളിപ്പോ പറഞ്ഞതൊക്കെ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, അല്ലാതെ സിനിമയിൽ ഇങ്ങനെയൊന്നുമില്ല. എന്നാലും കുറെ തമാശ ഉണ്ടോ? തമാശ കൂടെ ഉള്ളത് പടം തന്നെ. ഹരീഷ് കണാരൻ, ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ ഫുള്ള് നമ്മള് ഭയങ്കര ഇതായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ, ഒരു ഇടയിൽ ഒരു സമയം വേണ്ടേ? അത് കൃത്യമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെയൊന്നും തമാശ പറഞ്ഞ് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്ദുവേട്ടനും അറിയാലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അത് അസാധ്യമായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അൻസിബയുടെ നേതൃത്വത്തിലൊരു ടീം തന്നെയുണ്ട്. ഞാൻ തിങ്ക് ചെയ്യുന്നത് പറയാം, അൻസിബ ചേച്ചി മറ്റേ ദൃശ്യത്തിൽ ഇതുപോലെ വരുണിനെ കൊന്നിട്ട് കേസ് ഇതുപോലെ ആരെങ്കിലും ഇതിൽ കൊന്നു, ഇതിലാരെങ്കിലും കൊന്നിട്ട് ടീം ചേട്ടൻ ആരെങ്കിലും അന്വേഷിക്കുന്നതാണ്, അങ്ങനെ പിടിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ഞാൻ തിങ്ക് ചെയ്തത്. നമുക്ക് ചിന്തിക്കാൻ പറ്റും. ദൃശ്യം മോഡൽ വേറൊരു സ്റ്റൈലാണത്. ദൃശ്യം ആണെന്ന് വെച്ചാൽ വേറെ സ്റ്റൈൽ അൻസിബ സ്ഥിരം കേസായിട്ട് നടക്കുന്ന മരണവും അന്വേഷണമായിട്ട് നടക്കുന്ന ആളാന്ന് വിചാരിക്കുന്നത്. അല്ല, നമുക്ക് പെട്ടെന്ന് എനിക്ക് ചെറുപ്പം, ഞാൻ 5th പഠിക്കുന്ന സമയത്ത് ദൃശ്യം കണ്ടത്. അപ്പൊ അൻസിബ 5th-ലായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പുള്ളിക്കാരുടെ ഫേസ് മൈൻഡിലുണ്ട്. ദൃശ്യം സിനിമ കണ്ടപ്പോ എന്നെ ഇപ്പോഴും ട്രിപ്പിന് വിടാത്ത റീസൺ, അന്ന് ട്രിപ്പിന് സിനിമ പോയതാ. സിനിമയിൽ ട്രിപ്പ് പോയപ്പോ എന്തോ പറ്റിയില്ല, ട്രിപ്പിന് അന്ന് വീട്ടിൽ ആ സമയം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചേച്ചിയുടെ ഫേസ് എപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതുപോലെയാണോ ഈ ഒരു അല്ല, ദൃശ്യം കാണാത്ത ഒരു മലയാളി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ടൈറ്റാനിക് കാണാത്തവരുണ്ട്, പക്ഷെ ദൃശ്യം കാണാത്തവരില്ല എന്ന് ഞാൻ, കാരണം എല്ലാവർക്കും, കാരണം അതിനോടനുബന്ധിച്ച് കുറെ
ശരിക്കും കുറെ ക്രൈം നടന്നിട്ടുണ്ട്, അതിനെ അനുകരിച്ചത് ഈ അടുത്ത് നടന്നിട്ടുണ്ട്. എല്ലാ കൊലപാതകം വരുമ്പോ അതിന്റെ പേരിടും. ദൃശ്യം മോഡൽ അത്രേ ഉള്ളൂ. അല്ലാതെ ദൃശ്യം മോഡൽ അത് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്, എന്തുവാ എന്റെ സ്കൂളിലെ ടീച്ചറിനെ അങ്ങനെ കൊന്നിട്ട് കുഴിച്ചു കൂടി. അയ്യോ അങ്ങനെ നമുക്ക് ദേഷ്യം വരുമല്ലോ. ഏത് സബ്ജക്റ്റിന്റെ ടീച്ചറാ? മാത്സ് ആണോ? ചെറുപ്പമില്ല എന്നിട്ട് സ്കൂളിന്റെ അടിയിൽ തന്നെ കുഴിച്ചിടാന്ന്. ഹോസ്റ്റലായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ ചാക്കിലൊക്കെ കുഴിച്ചു. അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ. ഇല്ല നമ്മള് നല്ല അവതാരകനാണ് നമുക്ക് അല്ല അപ്പൊ നിങ്ങൾ തമ്മിലായിക്കോളൂ സംസാരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല, അൻസിബ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ടീമിലാ, അത് ഓർത്തണം. ഓക്കെ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ആ ഒരു മൂവി ഇപ്പം അങ്കിത എന്ന ചേച്ചി ഇപ്പം സെക്കൻഡ് മൂവിയാണ്. അങ്കിത ചേച്ചിന്നും അല്ല മോളത്, ചെറിയ കൊച്ചാണ്. ചെറിയ കുട്ടിയാ, അത് പറയേ അയ്യേ. എനിക്ക് റെസ്പെക്റ്റ് ആണ് അങ്കിത എന്ന് അത്രയൊക്കെ മതി. ഓക്കെ അങ്കിത സെക്കൻഡ് മൂവിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ടീം ചേട്ടൻ്റെ കൂടെയും ചേച്ചിയും? സത്യം പറഞ്ഞാൽ ഇതാണ് എന്റെ ഫസ്റ്റ് മൂവി. ഞാൻ ആദ്യം ചെയ്ത മൂവി ഇതാണ്. സെക്കൻഡ് മൂവി അത് ആദ്യം റിലീസായി. അപ്പം ഇത് ഫസ്റ്റ് ടൈം വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒന്നാമത് അൻസിബയുടെ ടിൻ ചേട്ടനുണ്ട്, പിന്നെ നന്ദു സാറിന്റെ കൂടെ മെയിൻ ഫസ്റ്റ് കോമ്പിനേഷൻ വന്ന തന്നെ നന്ദു സാറിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര പേടിച്ച് പറിച്ചാണ് ഞാൻ അഭിനയിച്ചത്. പക്ഷെ പോസ്റ്റർ ഇട്ട് അങ്ങനെ തോന്നില്ല, ഗണ്ണൊക്കെ വെച്ചാ നിൽക്കുന്നേ. അത് സൂക്ഷിച്ച് നോക്കണം, അത് എന്ത് ഗണ്ണാന്ന് നോക്കണം. ഗണ്ണാണല്ലോ, അപ്പൊ നമ്മൾ അത്ര ആറ്റിറ്റ്യൂഡ് ഇട്ടല്ലേ നിൽക്കാൻ. എന്ത് ഗണ്ണൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കളിത്തോക്കല്ലേ അത്, വാട്ടർ ഗണ്ണാണ്. ഷൂട്ടിംഗ് കണ്ടന്നെ അല്ല അല്ല സിനിമയ്ക്ക് നമ്മൾ അത്ര ആറ്റിറ്റ്യൂഡ് എന്താണെങ്കിലും അല്ലേ, ഗണ്ണാവുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ് വേണമല്ലോ. അതാണ് ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേഷൻ ഈ സിനിമ മെയിൻ ആയിട്ട് ഡീൽ ചെയ്തത് ഒരു പോലീസുകാരന്റെ ജീവിതം. അവർക്ക് ഉണ്ടാകുന്ന കുറെ പ്രോബ്ലംസ്, അതെങ്ങനെ ഡെയിലി ലൈഫില് നല്ല ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില കേസുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് നല്ലൊരു കീ ഇമ്പോർട്ടന്റ് റോളാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഇപ്പം എനിക്കൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ത്രില്ലിംഗ് സംഭവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് സിനിമ വളരെ കണ്ടുകൊണ്ടിരിക്കാനും ട്വിസ്റ്റ് ഉള്ള ഒരു കുഞ്ഞു ത്രില്ലർ മൂവിയാണ് പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ക്യാരക്ടറൈസേഷനും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ പോലീസുകാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് വരച്ചു കാട്ടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാം നമുക്ക് 2 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അറ്റവും വാലും ഒക്കെയുള്ള ഒരു സിനിമയാണ് അല്ലേ, നല്ലൊരു കഥയുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതൊരു റിയൽ ലൈഫ് പോലീസുകാരന്റെ ഒരു ലൈഫൊക്കെ കുറച്ച് കാണും പാർട്ടിപ്പേട്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ സംവിധായകൻ പിന്നെ സന്തോഷ് മോഹൻ GST ഓഫീസറാണ്. ഒപ്പം തന്നെ അദ്ദേഹം പിന്നെ എന്താ പറയുക, വളരെ നന്നായിട്ട് പോലീസ് ഡേ ഒരുക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ചേട്ടൻ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ വളരെ ഫ്രീ ആയിരുന്നു, ഇതുപോലെയൊക്കെ തന്നെ. പിന്നെ ധർമ്മൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ എല്ലാരും. ധർമ്മൻ ചേട്ടനും ഹരീഷ് കണാരൻ ചേട്ടനും അവരെല്ലാം, ഞാനൊക്കെ നോർമലായിട്ടുള്ള ആളല്ലേ, നന്ദു ചേട്ടനൊക്കെ എല്ലാരും തന്നെ നമ്മള് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിപ്പിക്കുമല്ലോ എല്ലാരും. അത് ഭയങ്കര ഒരു കഴിവല്ലേ. നമ്മളല്ല ഇതുപോലുള്ള ആൾക്കാരെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, പ്രൊഡ്യൂസർ, കൺട്രോളർ, ഒരു പ്രത്യേക തരം ഷൂട്ടിംഗ് ആയിരുന്നു. ആരൊക്കെ അഭിനയിക്കുന്ന ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഏത് ഡെസിഗ്നേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ പുള്ളി എന്റെ കീഴിലാണ്. ഡയലോഗിൽ ഞാൻ പുള്ളിനെ ചീത്ത പറയും, കട്ടെന്ന് പറയുമ്പോ സാറേ എന്ന് വിളിക്കേണ്ടി വരും. പ്രൊഡ്യൂസർ ആണെങ്കിലും പിന്നെ നമ്മൾ അഭിനയ രംഗത്ത് ചേട്ടൻ SP, ഞാൻ CA ആണ്. ആകെ കൺഫ്യൂഷൻ ആയില്ല. ഞാനല്ലേ ചേട്ടൻ സീനിയർ, ഞാൻ ജൂനിയർ ആണ്. ഇതില് ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും റിയൽ ആയിട്ട് എന്തെങ്കിലും അതാ പറഞ്ഞ ഒരാളുടെ തലയിൽ മുഴ വന്നിട്ട് തടയി ശരിയാക്കി. ചേട്ടൻ എന്തെങ്കിലും അങ്ങനെ ചേട്ടനും ചെറിയ കുറച്ച് നമ്മൾ ഫൈറ്റ് ചെയ്ത് എന്തായാലും ചില പരിക്കുകൾ വരും. അത് റിയൽ ആണോ? ഞാൻ ചുമ്മാ അല്ല, വളരെ റിയൽ ആയിരുന്നു. അത് നന്നായിട്ട് റിയൽ ആയിട്ട് പരിക്ക് വന്നു, എങ്കിലും ക്ലിയർ ആയിട്ടുണ്ട്. പരിക്ക് റിയൽ ആയിരുന്നു അല്ലേ? പക്ഷെ കൊലപാതക സീനൊന്നും റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കേസാവും, പോലീസ് സിയറാവും, വർഷങ്ങൾ അകത്ത് പോയി കിടക്കേണ്ടി വരും. അല്ല, ഫൈറ്റിൽ എന്തായാലും നമുക്ക് അപകടങ്ങൾ സംഭവിക്കും. മുട്ടൊക്കെ വരയ്ക്കും, കാല് പൊട്ടും. അത് പ്രതീക്ഷിച്ച് തന്നെ മോള് ഇപ്പൊ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുറിവുകൾ സംഭവിക്കും. നമ്മളെ കൂടെ അഭിനയിച്ച എൻ്റെ കോ പ്രൊഡ്യൂസർ നമ്മളെ ഷാജി, അദ്ദേഹത്തിനും ഫൈറ്റിനിടയിൽ പിന്നെ എന്താ പറയാ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
ടിനിച്ചേട്ടനും പുള്ളിക്ക് മരുന്നിന് നല്ല ചെലവുണ്ടായിരുന്നു, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. വൈദ്യർക്ക് നല്ല ഓരോ ദിവസം ഓരോ ഇല. ലേഹ്യമൊക്കെ കൊണ്ടുവന്ന് വരും. ശരീരം പുഷ്ടിക്കാം. ആ, പിന്നെ അങ്ങനെയുണ്ടോ? ഉണ്ടോ? പിന്നെ പറയണേ, ഇത് ഞാൻ ആൾറെഡി പിന്നെ വൈദ്യം ചികിത്സിക്കുന്ന ആളും കൂടെ. സെക്രട്ടറിയാണ്, സംസ്ഥാന ട്രഷററാണ്. ഞാൻ കേരള ആയുർവേദ പാരമ്പര്യ പ്രൊട്ടക്ഷൻ സംഘടനയുടെ സംസ്ഥാന ട്രഷറാണ്. അങ്ങനെയുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പം അഭിനയം എനിക്കൊരു ക്രൈസാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലം തൊട്ടേ വളരെ ആഗ്രഹമുള്ള കാര്യമാണ് അഭിനയം, സിനിമാഭിനയം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക്, പ്രൊഡ്യൂസർ രംഗത്തേക്ക് കടന്നു വന്നത് തന്നെ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഓരോരുത്തർ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന പല രീതിയിലാണ്. ചിലർ ചിലപ്പോൾ ചായ കൊടുത്തിട്ടായിരിക്കും വരുന്നത്, ചിലർ ക്യാമറയിലൂടെ ആയിരിക്കും, ചിലർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ അഭിനയിക്കണമെന്ന് തന്നെ ഇരിക്കും. അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ കഥ എഴുതും. അല്ല, സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും അവിടെ സിനിമയുടെ തന്നെ ഏതെങ്കിലും ഒരു പരിസരത്ത്. മേഖലയിലെങ്കിലും വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, സമാധാനം. ഒരിക്കൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഓക്കെ. ഇപ്പൊ അൻസിബ ചേച്ചി ഒരു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷമാണല്ലോ ഈ ഒരു മൂവിയിലേക്ക് വന്നത്. അപ്പൊ കുറച്ച് ഫാൻ ബേസ് ഒക്കെ അല്ല, ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ്. അൻസിബ പറയട്ടെ നീ. സോറി, എല്ലാവരും ചോദ്യത്തിന് പുള്ളിയെ പറഞ്ഞിട്ട് ഇല്ല 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 ഇല്ല. അല്ല, ഞാൻ think ചെയ്യുന്നത് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം നമ്മൾ കാണുന്ന ഒരു പോസ്റ്റർ ആണല്ലോ. ഇത് ഷൂട്ട് തുടങ്ങിയത് ബിഗ് ബോസിന്റെ മുന്നേ ആയിരുന്നു കേട്ടോ. ബിഗ് ബോസിന് മുന്നേ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് റിലീസ് എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതും ഫാമിലി ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു എന്നെ ഇഷ്ടപ്പെട്ടത്. ദൃശ്യം കണ്ടിട്ടും എന്നെ ഇഷ്ടപ്പെട്ടത് ഫാമിലി ഓഡിയൻസ് തന്നെയായിരുന്നു. പക്ഷെ എത്രമാത്രം അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി എല്ലാവരിലേക്കും റീച്ച് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അഞ്ജു എന്നുള്ള കഥാപാത്രം മാറി അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്കെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റിയെ കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് നമുക്ക്. നമ്മുടെ പേരൻസിന് വലിയ പ്രൗഡാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനുശേഷം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ടിനി ചേട്ടൻ വന്നിട്ട് നേരത്തെ ഇതിനു മുമ്പ് പോലീസ് വേഷത്തിൽ പണ്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആണ്. അപ്പം അതിനുള്ളൊരു വ്യത്യാസം. അല്ല, അതിനിടയ്ക്ക് പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ പോലീസായിരുന്നു. അത് ഇത്തിരി സരസനായിട്ടുള്ളൊരു പോലീസായിരുന്നു. അതിനുശേഷം ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പ്. ആദ്യത്തെ ട്രാഫിക് പോലീസായിരുന്നു. രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CI ആയിരുന്നു, നിങ്ങളുടെ സ്ഥാനത്തായിരുന്നു. പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇതിൽ IPS ആണ്. താഴേക്കല്ല മുകളിലേക്ക് പോകുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ IPS ഓഫീസർ SP ആണ് അല്ലേ. ഇതിൽ കുറച്ച് ഇത് പറഞ്ഞില്ല, ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും മീറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറ്റതിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു മരണം സംഭവിച്ചിട്ട് പാപ്പല്ല, അതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഇത് കൂടുതലും ഓഫീസ് ബന്ധപ്പെട്ടിട്ടും ബുദ്ധി ഉപയോഗിക്കേണ്ട സംഭവമാണ്. മറ്റേലൊക്കെ മണ്ടനാന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ അങ്ങനെ ഒരു ജോണറാണ്. വളരെ കൂളായിട്ട്, അതായത് പോലീസിന്റെ ഒരു ക്ലീഷേ സംഭവങ്ങൾ ചിലതിന് ഇച്ചിരി സീരിയസ്നെസ് അല്ല. എന്നിട്ട് എപ്പോ അന്ന് ഇങ്ങനെയാണ്, അങ്ങനത്തെ കുറെ ക്ലീഷേ ഇത് വിട്ടിട്ട് ഞാൻ വേറൊരു ഇതാണ് സന്തോഷ് പാലോട് ഡയറക്ടർ പറഞ്ഞത്. സിമ്പിളായിട്ടുള്ള, ഇപ്പൊ സാധാരണ ഒരു ആളെങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു ഇത് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ചേട്ടൻ ഡബിങ്ങിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ മൂവിയിൽ ആരെങ്കിലും ഡബ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും ഡബ് ചെയ്യാനോ? എനിക്ക് വേണ്ടിയാ? അല്ല, ചേട്ടൻ ആർക്കെങ്കിലും ഡബ് ചെയ്യുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഡബ് ചെയ്യുന്നുണ്ടല്ലോ. സൗണ്ട് കൊടുത്തത് ഞാൻ വേറെ വിറ്റിട്ടില്ല, മറിച്ചു വിറ്റില്ല, ബ്ലാക്ക് അടിച്ചിട്ടില്ല. എന്റെ സൗണ്ട് മാത്രം കൊടുത്തുള്ളൂ. ഓക്കെ, ഞാൻ ഡബിങ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതാണ്. ഇനി കൊടുത്തോന്നല്ല, എല്ലാ സിനിമകളിലും എന്തെങ്കിലും ചെറിയൊരു ക്യാരക്ടർ ഞാൻ എന്തെങ്കിലും പറയും, ആ എവിടെ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 സൗണ്ട് ഇതിൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ചേട്ടൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ഇതിലിപ്പോ ലൊക്കേഷനിൽ ഉണ്ടായ കുറച്ച് ഫൺ അങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻ മുഴുവൻ ഫണ്ടാണ്, സിനിമയാണ് സീരിയസ്. അല്ല, ഇപ്പൊ ആക്ട് ചെയ്യുമ്പോ സീരിയസ് ആണ്. ഇപ്പൊ ധർമ്മൻ ചേട്ടനൊന്നും ഇവിടെ ഇല്ലല്ലോ ഇന്റർവ്യൂല്. അപ്പം അവര് ഉണ്ടായിരുന്നപ്പോ അവരെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? അവര് എല്ലാം വളരെ, ധർമ്മജൻ ചേട്ടനായാലും ഹരീഷ് കണ്ണായാലും എല്ലാം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അല്ല, തമാശ എന്തെങ്കിലും തമാശകളൊക്കെ അവരുണ്ടെങ്കിൽ തമാശ ഉണ്ടാവുമല്ലോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. തമാശകളെല്ലാം ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഓർത്ത് പറയാൻ പറ്റില്ല നമുക്ക്. തമാശകൾ കാശ് ചോദിക്കുമ്പോ പറയും ആ നാളെ തരാന്ന്, അങ്ങനെ തമാശയൊക്കെ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. എങ്കിലും അങ്ങനെ അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലാതിരുന്നത്. ഇപ്പൊ നമ്മളാരും കോടികൾ മേടിക്കുന്നവരൊന്നും ഇല്ലല്ലോ.
ഇവർക്ക് ഡീൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. തീർച്ചയായിട്ടും വളരെ അതുകൊണ്ട് പുതിയ ആൾക്കാർ പടം ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കണം. അതെ അതെ, കാശും കുറവാണ്, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. വേറൊരു ഗുണം കൂടി ഉണ്ട്, ഇവരൊക്കെ നന്നായിട്ട് സഹകരിച്ചു. അല്ല ഞാൻ പറഞ്ഞു, കാണുന്നവര് പറയുമല്ലോ കാശും കുറവാണ്, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും, മരുന്ന് വൈദ്യരെ വിളിച്ചാൽ മരുന്നും കൊണ്ടുവരും. ഇപ്പം അങ്കിത ഇപ്പോ ഈ മൂവിയില് ഈ റോൾ ചെയ്തപ്പോ ഉണ്ടായിരുന്നുള്ള ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഈ ഒരു റോൾ ചെയ്ത സമയത്ത്? ഈ പറഞ്ഞ പോലെ ഇതെന്റെ ഫസ്റ്റ് മൂവി, അപ്പം അവിടെ വന്നപ്പോ തന്നെ ഫുൾ ടെൻഷൻ ആയിരുന്നു. ആൻഡ് ഈ പറഞ്ഞ അൻസിബയ്ക്ക് ഭയങ്കര കൂളായിരുന്നു എൻ്റെ അടുത്ത്. ലൈക്ക് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ സംസാരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഓക്കെ ടെൻഷൻ വേണ്ട, എന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് വന്നു മിങ്കിൾ ചെയ്ത് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദൃശ്യത്തിലൂടെയാണ് ഞാനും അൻസിബയെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓക്കെ സീനിയർ ആള്, പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോ ഇവരെ തീർന്നു. തിരിട്ടം ചേട്ടനും നന്ദസാറിനും കണ്ടു കഴിഞ്ഞപ്പോഴും ഞാനോട് ഇങ്ങനെ വിറക്കാം. വൈദ്യരെ കണ്ട വിറച്ചില്ല, വൈദ്യരെ കണ്ടപ്പോ വിറക്കുകയാണ് ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ കണ്ടു അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് വൈദ്യർക്ക് തന്നെ ചിരി വരാണ് അഭിനയിച്ച് കഴിഞ്ഞപ്പോ. അങ്കിത വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് മുന്നേ സീരിയൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമ ആദ്യം ഇത് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ശരിക്കും ഒരു മെമ്മറി തന്നെയാണ്, കാരണം ഞാൻ കുഞ്ഞുനാളിൽ മുതലേ ആഗ്രഹിച്ചൊരു സംഭവമാണ് സിനിമ എന്നുള്ളത്. ശരിക്കും ആദ്യത്തെ ഷോട്ടിൽ നമ്മൾ പൂജ ചെയ്യുമല്ലോ ക്യാമറ, അത് കത്തിച്ചപ്പോൾ എന്റെ കണ്ണ് തന്നെ ഞാൻ എങ്ങനെയാണ് അങ്കിതനെ കണ്ടുപിടിച്ചത്? എങ്ങനെയാ ഇവിടെ കാസ്റ്റ് ചെയ്തത്? അങ്കിത നമ്മള് സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് പറഞ്ഞു കേട്ടു. അപ്പം പിന്നെ നമ്മളെ റൈറ്റർ മനോജേട്ടൻ പറഞ്ഞു. അപ്പം നമ്മൾ ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് കൊള്ളാം, കുട്ടി കൊള്ളാം. അപ്പം അങ്ങനെ നമ്മളെ കഥാപാത്രത്തിന് ആപ്റ്റാണെന്ന് തോന്നി. അങ്ങനെയാണ് അങ്കിതയിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് അങ്കിത നമ്മളെ ഭാഗമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ ഒരു ത്രില്ലിംഗ് മൂവിയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇറങ്ങണം. പുള്ളിക്കാരിക്ക് അങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, കാരണം അങ്ങനെയൊന്നുമല്ലേ, ഇപ്പം ടൈം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയം. ഓൾ ദ വെരി ബെസ്റ്റ് എന്തായാലും ഈ മൂവിക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.